ഹലോ, വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നല്ല വരിക്ക ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് പല പേരുകളുണ്ട്. കുമ്പിളപ്പത്തിന് പല പേരുകളിലാണ് പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത്. പൂച്ചയപ്പം എന്ന് പറയാറുണ്ട്, ഇടനയപ്പം, ചക്കയപ്പം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചക്കയുടെ സീസൺ ആകുമ്പോഴത്തേക്കിന് നമ്മൾ ചക്കപ്പഴമായിട്ടും ചക്കപ്പുഴുക്കായിട്ടും ഒക്കെ കഴിക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് കുമ്പിളപ്പം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടവുമാണ് അല്ലേ? എങ്കിൽ ഒട്ടും സമയം കളയേണ്ട, നല്ല മയത്തിലും നല്ല രുചിയിലും നമുക്ക് കുമ്പിളപ്പം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചക്കയൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചക്കയുടെ പകുതി, അതായത് ഒരു മുറി ചക്ക മുഴുവനായിട്ട് നമ്മൾ കുമ്പിളപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ചെറിയ പീസുകളാക്കി, ചെറിയ തുണ്ടികളാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്. ഇത് ഒരു മുറി ചക്ക മുഴുവനായിട്ട് തുണ്ടികളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കച്ചോള ഇരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേ ചക്കച്ചോള ഇരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ ചകിണിയും അതിൻ്റെ അകത്തെ കുരുവും എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഒരു 3-4 ആയിട്ട് മുറിച്ചിട്ടാൽ മതി. അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ചക്കപ്പഴം ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ എടുത്തിരിക്കുന്നത് മറയൂർ ശർക്കരയാണ്. ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള 2 ഉണ്ട ശർക്കരയാണ് ഞാൻ ഇതിനായിട്ട് ചീകി വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് തേങ്ങ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങ മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതേ ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ കാണിച്ച ശർക്കര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. മറയൂർ ശർക്കര ആയതുകൊണ്ട് നമുക്ക് അതേപടി ചേർത്ത് കൊടുക്കാം. മണ്ണോ പൊടിയോ ഒന്നുമില്ല. ഇനി ഇതിലേക്ക് തേങ്ങ അതേപടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു മുറി ചക്കയ്ക്ക് വേണ്ട അളവാണിത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര, അതായത് ഇതിൻ്റെ മധുരം ലാസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കറക്റ്റ് മധുരത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഏലയ്ക്ക, ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ മാറ്റി നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് ആദ്യം റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഒത്തിരി തിക്കായിട്ടും അല്ല കിട്ടേണ്ടത്. ആ ഒരു പരുവത്തിൽ വേണം ഇളക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ആദ്യം ഇട്ട് കൊടുക്കരുത്. ആദ്യം കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു പരുവം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു തവിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി നോക്കാം.
അപ്പോൾ ആ ഒരു തവിയും കൂടി ഇട്ടപ്പം കുറച്ച് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. ഒത്തിരി ലൂസും അല്ല, എന്നാൽ ഒത്തിരി തിക്കായിട്ടും അല്ല ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 6 ഏലക്കയാണ് പൊടിച്ചെടുത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. റവ ആയതുകൊണ്ട് ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുതിർന്ന് വരും, കുറച്ച് തിക്കായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു സമയമാകുമ്പം തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇല, അതായത് എടന ഇല റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് നല്ല ഇല നോക്കി നമുക്ക് അടർത്തിയെടുക്കാം. അപ്പോൾ ഇല അടർത്തിയെടുക്കുമ്പോൾ ആ ഞെട്ടോട് കൂടി തന്നെ അടർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ കുമ്പിളപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഇടന ഇല റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി കുമ്പിളപ്പം റെഡിയാക്കുവാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇല കുമ്പിളിൻ്റെ ഷേപ്പിലേക്ക് ആക്കി അതിൻ്റെ അകത്ത് കൂട്ട് നിറച്ച് ഇതുപോലെ അടച്ചു വെക്കുക. അപ്പം കുമ്പിളപ്പം ഉണ്ടാക്കുവാനായിട്ട് മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ആ കൂട്ട് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കുമ്പിളപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 പാത്രം നിറച്ച് കുമ്പിളപ്പം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി കയറുന്ന താമസമേ ഉള്ളൂ, സംഭവം റെഡിയാകും. അപ്പോൾ നമ്മുടെ ആ കൂട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ലൂസായി പോയാൽ ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഇല ഇരിക്കുകയില്ല, മുകൾ ഭാഗം തുറന്നു വരും. തിക്കായി പോയാൽ നമ്മുടെ കുമ്പിളപ്പം അത്ര സോഫ്റ്റായിട്ട് കിട്ടുകയില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതേ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ആ കൂട്ട് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കുമ്പിളപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് അടച്ചു വെച്ച് ആവി കയറ്റാം. അപ്പോൾ ആവി കയറുന്നിടം വരെ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇത് അടുത്ത ട്രിപ്പിലേക്ക് ആവി കയറ്റാനുള്ളതാണ്. ആവി കയറി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയുടെ അളവ് കുറച്ച് കൊടുക്കാം. ആ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ ആവി കയറി കഴിഞ്ഞൊരു 30-35 മിനിറ്റ് കൊണ്ട് നമ്മുടെ കുമ്പിളപ്പം റെഡിയാകും. അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് വെന്തിരിപ്പുണ്ട്. ആവി കയറുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ആ ഇലയുടെയും ആ ചക്കപ്പഴം വെന്തേൻ്റെയും ഒക്കെ നല്ലൊരു മണം അടിക്കും. അപ്പോൾ ചൂടൊക്കെ ചെറുതായിട്ട് മാറിയിരിപ്പുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുവാണ്. എന്നിട്ട് വേണമല്ലോ അടുത്ത ട്രിപ്പ് വെക്കാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് തുറന്നു നോക്കിയാലോ. അപ്പോൾ റവ വെച്ചുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സൂപ്പർ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വേറൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.